Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ആണ്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ 250 ഗ്രാം ബോൺ ഉള്ള പീസാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ്സും എടുക്കാം. ആദ്യം തന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 സ്പൂണ് കുരുമുളക് പൊടി, 1 മുട്ട, 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3/4 സ്പൂൺ മൈദ. ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം വറുത്തെടുക്കാം. ഇനി ചിക്കൻ വറുത്തെടുക്കാം. ഞാൻ ഇതിനു വേണ്ടി ഇവിടെ സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പം ചിക്കൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്തു മാറ്റാം. ഈ എണ്ണയിലോട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ വഴറ്റാൻ ഇട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിൽ മാത്രമേ ഉപയോഗിക്കാവൂ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതിലോട്ട് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കും സവോള ചേർത്ത് കൊടുക്കാം. ഞാനിത് വലിയൊരു സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇപ്പോൾ വഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അത് നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് വേണ്ടത് ടൊമാറ്റോ സോസ് ആണ്. ഞാനിവിടെ 2 സ്പൂൺ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഇവിടെ വലിയ ഇഷ്ടമില്ല, മധുരിക്കുന്നെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ കുറവ് ചേർത്തിരിക്കുന്നത്. പക്ഷെ നല്ല സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ട് ഇതിന്. നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ചില്ലി ചിക്കൻ ഒരു കളറൊക്കെ കിട്ടും. പക്ഷെ ഇവിടെ അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറവ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതും നിങ്ങളുടെ എരിവിനനുസരിച്ച് തന്നെ ചേർക്കണം. ഫൈനലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയനൂടെ മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ചില്ലി ചിക്കൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുറച്ച് ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇതുപോലൊരു ചില്ലി ചിക്കനൂടെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കഴിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.